സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു മെറ്റാ ആഡ് ക്രിയേറ്റീവ് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ടൈമിൽ ഏതൊക്കെ രീതിയിലാണ് സെയിം സോൺസിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ്. അതായത് ബേസിക്കലി നമ്മളിപ്പോ മെയിൻ ആയിട്ട് സ്ഥിരം ക്രിയേറ്റീവ്സിൽ പലപ്പോഴും കാണുന്ന ഒരു മെറ്റയിൽ നമ്മളൊരു ആഡ് കാണുന്ന ടൈമിൽ പലപ്പോഴും പല സൈഡിലും അത് കട്ട് ചെയ്ത് പോകാറുണ്ട്. അതായത് ചില ടൈമിൽ നമ്മൾ ഹെഡിങ് എഴുതുമ്പോൾ ഹെഡിങ്ങിൽ ഒരു സെഷൻ മാത്രമായിട്ട് ചിലപ്പോൾ ക്രിയേറ്റീവിൽ ഉണ്ടാവുള്ളൂ. പക്ഷെ ആസ് എ കസ്റ്റമർ നമ്മൾ നോക്കുന്ന ടൈമിൽ നമുക്ക് അത്ര ഒരു റിലേബിൾ ആയിട്ടൊരു സാധനം തോന്നാറില്ല അത് കാണുമ്പോൾ. സോ അങ്ങനത്തെ കേസിൽ നമ്മളൊരു ക്രിയേറ്റീവ് ഡിസൈൻ ചെയ്യുന്ന ടൈമിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ എവിടെയൊക്കെ എങ്ങനെയാണ് ഈ കോണ്ടന്റ് പ്ലേസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമ്മൾ മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്നത് ക്ലാസ്സിൽ. സോ ബേസിക്കലി ഫസ്റ്റ് നമുക്ക് നോക്കേണ്ട കാര്യം എന്താണ് ആക്ച്വലി ഒരു സേഫ് സോൺ എന്നുള്ളതാണ്. സോ ബേസിക്കലി നമ്മൾ പറയുമ്പോൾ സേഫ് സോൺ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതായത് ഒരു ക്രിയേറ്റീവിന്റെ സെൻട്രൽ ഏരിയസിൽ എല്ലാം തന്നെ അതിന്റെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള എല്ലാ എലമെന്റ്സും ഉൾക്കൊണ്ടിരിക്കണം. അതാണ് മെയിൻ ആക്ച്വലി ഒരു സേഫ് സോൺ എന്ന് പറയുന്നത്. സോ അങ്ങനത്തെ ഒരു ക്രിയേറ്റീവിന്റെ അകത്ത് ക്രിട്ടിക്കൽ കോണ്ടന്റ്സ് എന്ന് പറയുന്നത് എന്തൊക്കെ കോണ്ടന്റ്സ് ആയിരിക്കും? ബേസിക്കലി അതിനകത്ത് CTA വരുന്നുണ്ട്, ഹെഡ്ലൈൻസ്, USPs, ബ്രാൻഡ് ലോഗോസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ ക്രിയേറ്റീവിന്റെ സേഫ് സോണിന്റെ അകത്ത് തന്നെയായിരിക്കണം വരേണ്ടത്. സോ അല്ലാത്ത പക്ഷം നമ്മൾ യൂസ് ചെയ്യുന്ന ക്രിയേറ്റീവ്സിനകത്ത് പ്രോപ്പർ കൺവേർഷൻസ് ഉണ്ടാവത്തില്ല. സോ അതാണ് ലൈക്ക് ഒരു പ്രോപ്പർ ക്രിയേറ്റീവ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഒരു ആഡ് വിട്ട് അതിനൊരു കൺവേർഷൻ പ്രോപ്പർ ആയിട്ട് കിട്ടത്തുള്ളൂ. അതായത് മെയിൻ ആയിട്ട് ലൈക്ക് ഒരു പ്രോപ്പർ അല്ലാന്നുണ്ടെങ്കിൽ അത് നമ്മുടെ CTRനെ കൂടി അത് അഫക്ട് ചെയ്യുന്നതായിരിക്കും. അതില് ഇപ്പൊ നമ്മൾ ആക്ച്വലി ഒരു പ്രാക്ടിക്കൽ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ സ്ക്രീൻഷോട്ട് വെച്ചിരിക്കുന്നത്. സോ ഇതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അതായത് ഒരു മെറ്റയുടെ അകത്ത് നമ്മളൊരു ആഡ് ഒരു ക്രിയേറ്റീവ് ഇട്ട് കൊടുക്കുമ്പോൾ മെറ്റ തന്നെ ഓട്ടോമാറ്റിക്കലി അതിനെ ക്രോപ്പ് ചെയ്തിട്ട് സേഫ് സോൺസിൽ വരുന്ന കോണ്ടന്റ്സ് ഏതായിരിക്കും, നമ്മുടെ അതല്ലാത്ത പോർഷൻസിൽ കട്ടായി പോകുന്ന പോർഷൻസ് ഏതൊക്കെയായിരിക്കും, എന്തൊക്കെ കോണ്ടന്റ്സ് കട്ടായി പോകുന്നുള്ളത് ആഡ് ലോഞ്ച് ചെയ്യുന്ന ടൈമിൽ തന്നെ മെറ്റ നമുക്ക് ഇതുപോലെ ഒരു ഇന്റർഫേസ് കൂടെ നമുക്ക് കാണിച്ചു തരാറുണ്ട്. പലപ്പോഴും നമുക്ക് ഫസ്റ്റ് സെക്ഷനിൽ കാണിച്ച റീൽസിലായിക്കോട്ടെ ഫീഡ്സിലാണെങ്കിലും ഇതൊക്കെ എങ്ങനെയൊക്കെ പോകും. അതായത് ഇപ്പോൾ 1:1 എങ്ങനെയായിരിക്കും ആ ക്രിയേറ്റീവ് ക്രോപ്പ് ആകുന്നത്, ഇനി അതല്ല 9:16 ആണെങ്കിൽ അതിൽ എങ്ങനെയായിരിക്കും അത് ക്രോപ്പ് ആവുന്നത്, ഇങ്ങനെ ഹൊറിസോണ്ടൽ ഫോർമാറ്റിലാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെയായിരിക്കും എവിടെയൊക്കെയായിരിക്കും കട്ടായി പോകുന്നത്, ഇതെല്ലാം പ്രോപ്പർ ആയിട്ട് ലൈക്ക് ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ പോലെ മെറ്റ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. സോ ആസ് എ പെർഫോമൻസ് മാർക്കറ്റേഴ്സ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കാണുന്ന സേഫ് സോൺസ്, അതായത് മെറ്റ നമുക്ക് കാണിച്ചു തരുന്ന സേഫ് സോൺസിൽ തന്നെ നമ്മുടെ കോണ്ടന്റ്സ് ഇടുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുള്ളൂ. ഇത് പ്രോപ്പർ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ക്രിയേറ്റീവിന്റെ CTR എൻഹാൻസ് ചെയ്യും ആൻഡ് അറ്റ് ലാസ്റ്റ് ഇറ്റ് വിൽ ലീഡ് ടു ദി കൺവേർഷൻ ആസ് വെൽ. സോ അതിന്റെ അകത്ത് നമ്മൾക്ക് മെറ്റൽ തന്നെ പല ടൈപ്പ് ഓഫ് പ്ലേസ്മെന്റ്സ് ഉണ്ട്. അതിന്റെ അകത്ത് ഫീഡ്സ് ഉണ്ട്, സ്റ്റോറീസ് ഉണ്ട്, റീൽസ് ഉണ്ട്, എക്സ്പ്ലോസ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. പിന്നെ ഇത് കൂടാതെ അഡ്വാൻറ്റേജ് പ്ലസ് ലൈക്ക് ഒരു പ്ലേസ്മെന്റ്സ് കൂടി ഉണ്ട്. സോ അങ്ങനത്തെ കേസസിന്റെ അകത്ത് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും തോന്നിയ ഒരു നമ്മൾ റേഷ്യോയിൽ നമ്മളൊരു ക്രിയേറ്റീവ് ചെയ്തിട്ട് ഇതുപോലെ അഡ്വാൻസ് പ്ലസ് പ്ലേസ്മെന്റ്സിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ തലയുണ്ടാവും, ചിലപ്പോൾ താഴെ ബോട്ടം സെക്ഷൻ ഉണ്ടാവത്തില്ല, ചിലപ്പോൾ സൈഡിൽ ഉണ്ടാവത്തില്ല. അങ്ങനെ പല ഇഷ്യൂസ് നമുക്ക് ഫേസ് ചെയ്യാറുണ്ട് പല ടൈമിലും. സോ അതെല്ലാനും ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴും ഒരു പ്രോപ്പർ ഫിക്സ്ഡ് റേഷ്യോയിൽ നമ്മൾ എപ്പോഴും നമ്മൾ ക്രിയേറ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പ്ലേസ്മെന്റ്സിലും നമ്മൾക്ക് ഒരു കട്ടിങ്ങോ ഒന്നും ഇല്ലാതെ നമ്മുടെ ക്രിയേറ്റീവ് പ്രോപ്പർ ആയിട്ട് പോകും, ആഡ് റൺ ആയിരിക്കും. സോ ഈ രീതിയിലായിരിക്കണം നമ്മൾ ക്രിയേറ്റീവ്സ് എപ്പോഴും ചെയ്യേണ്ടത്. സോ അതിന്റെ അകത്ത് മെയിൻ ആയിട്ട് ഈ കട്ടായി പോകുന്നതിന്റെ കേസസ് നമ്മൾ പറയാന്ന് വെച്ചാല് ചിലപ്പോൾ നമ്മൾ റീൽസ് ചെയ്യുന്ന ടൈമിലൊക്കെ ഇതിന്റെ അകത്ത് നമ്മൾ സബ് ടൈറ്റിൽസ് വെക്കാറുണ്ട്. ഇപ്പൊ ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് ഇന്റർഫേസ് കണ്ടാൽ മനസ്സിലാവും, അതായത് റീൽ സെക്ഷൻ്റെ അവിടുത്താണെന്നുണ്ടെങ്കിലും അങ്ങനെ ചെയ്യുന്ന ടൈമിൽ ഇത് CTA ഓട്ടോമാറ്റിക് കുറച്ച് കഴിയുമ്പോൾ ഇതിന്റെ ഒരു ലൈക്ക് ഒരു മോഷൻ പോലെ ഉണ്ടല്ലോ, ഒരു ചെറിയൊരു മോഷൻ പോലെ വന്നിട്ട് അതിങ്ങനെ മുകളിലേക്ക് കയറുന്ന ടൈമിൽ സബ് ടൈറ്റിൽസ് എല്ലാവരും തന്നെ അത് ബ്ലോക്ക് ചെയ്യുന്നതായിരിക്കും. സോ അതൊന്നും ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും സബ് ടൈറ്റിൽസ് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ എപ്പോഴും ഈ പ്രോഗ്രസ് ബാർ ക്രോസ് ചെയ്യാത്ത രീതിയിലായിരിക്കണം നമ്മൾ CTAs കൊണ്ട് എന്ത് സാധനങ്ങളും നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത്. അതല്ലാത്ത കേസസിൽ ഇത് കയറി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി കട്ടായി പോകുന്നതായിരിക്കും. സോ ഇതാണ് ആക്ച്വലി നമ്മൾ സേഫ് സോൺസ് ഓരോ ഫോർമാറ്റിൽ നമ്മൾ വെക്കുന്ന സേഫ് സോൺസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ ലൈക്ക് നമുക്കൊരു സ്ക്വയർ ആയിട്ടുള്ള ഒരു ഇതിലാണ് ലൈക്ക് ഒരു ഡയമെൻഷനാണ് പോകേണ്ടതെങ്കിൽ എപ്പോഴും 1:1 പ്രിഫർ ചെയ്യുന്നു. പിന്നെ അല്ലാത്ത കേസസിൽ നമ്മൾ പോർട്രേറ്റ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ ഏറ്റവും റെലവെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫോർമാറ്റ് ഒരു റേഷ്യോ എന്ന് പറഞ്ഞാൽ 4:5 ആണ്. നോർമലി ഇപ്പൊ എല്ലാ ആഡ് ക്രിയേറ്റീവ്സ് നമ്മൾ ചെയ്യുന്നത് 4:5 ചെയ്യാറ്, സ്റ്റാറ്റിക്സ് കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇനി അതല്ല റീൽസിലേക്കൊക്കെ വരുമെന്നുണ്ടെങ്കിൽ നമ്മൾ 9:16 ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്.
അപ്പൊ ഈ രണ്ട് ഫോർമാറ്റ് റീൽസ് ആണെങ്കിൽ 90:16, നോർമൽ സ്റ്റാറ്റിക് ആണെങ്കിൽ 4:5. ഇനി അതല്ലാത്ത കേസിലാണെങ്കിൽ ഒട്ടും നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല എന്നുള്ള കേസിലാണെങ്കിൽ 1:1 യു ക്യാൻ യൂസ്. ആ ഒരു രീതിയിലേക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ അകത്ത് കോർഡിനേറ്റ്സ് വെക്കുമ്പോൾ തന്നെ ഇതിന്റെ അകത്ത് എത്ര പെർസെന്റേജ് എവിടെയൊക്കെ വരണം, ഏതൊക്കെ പെർസെന്റേജിലായിരിക്കണം ഓരോ കോർഡിനേറ്റ്സ് വരണ്ടേ എന്നുള്ളതും നമ്മൾ ഇതിനകത്ത് പ്രോപ്പർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. സോ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് വെച്ചാല് ഇതിപ്പോ നമ്മൾ ചെയ്തേക്കുന്ന ക്രിയേറ്റീവ് 1:1 ചെയ്തേക്കുന്ന ഒരു ക്രിയേറ്റീവ് ആണ്. ഇത് ആക്ച്വലി ഒരു എക്സാമ്പിൾ ആണ്. ഇതിന്റെ അകത്ത് നമ്മൾ മെയിൻ ആയിട്ടുള്ള ഹെഡിങ്സ് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല USPs എല്ലാം ലിസ്റ്റഡ് ആണ് ഇതിന്റെ അകത്ത്. അതുപോലെ ലൈക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ എഴുതിയേക്കുന്ന ഒറ്റ കോണ്ടന്റ്സ് പോലും കട്ടായി പോവാതെ പ്രോപ്പർ രീതിയിലാണ് ട്രാൻസ്പെറന്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ആക്ച്വലി ഇത് നമ്മൾ റൺ ചെയ്തിട്ട് നമുക്ക് കിട്ടിയ റിസൾട്ട് കിട്ടിയ നല്ല രീതിക്ക് കൺവേർഷൻസ് കിട്ടിയ ക്രിയേറ്റീവ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ അകത്തെന്ന് വെച്ചാൽ ബെറ്റർ വിസിബിലിറ്റി, CTA നല്ലൊരു വിസിബിലിറ്റി കിട്ടുമ്പോൾ മാക്സിമം നല്ല രീതിക്ക് കൺവേർഷൻസിലേക്ക് നമ്മൾ ലീഡ് ചെയ്യും. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഒരു ക്രിയേറ്റീവ് കണ്ടെയ്നർ ആസ് എ കസ്റ്റമർ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ഡയറക്ട്ലി നമ്മുടെ ആ ബിസിനസിനെ കുറിച്ച് കസ്റ്റമറിലേക്ക് പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് പോകുന്നുണ്ടോ എന്നുള്ളത് ഫസ്റ്റ് നമ്മളൊരു ക്രിയേറ്റീവ് കിട്ടുമ്പോൾ തന്നെ നോക്കും. അതിന്റെ ബേസിസിലായിരിക്കും ലൈക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ആവുന്നത് എങ്ങനെയാ, അതായത് ആ ക്രിയേറ്റീവിലുള്ള എല്ലാ കോണ്ടന്റ്സ് പ്രോപ്പർലി അലൈൻഡ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ആവുന്നുള്ളൂ. മുകളിലും താഴെയും കട്ടായി പോയി കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ആവുന്നില്ല. അവിടെ ചിലപ്പോൾ നമ്മുടെ USPs ആയിരിക്കും ചിലപ്പോൾ മിസ്സായി പോകുന്നത്, ചിലപ്പോൾ നമ്മുടെ CTAs ആയിരിക്കും പോകുന്നത്. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി കൺവേർഷൻസ് കുറയുന്നു, CTR അത് എഫക്ട് ചെയ്യുന്ന നല്ല രീതിയിലേക്ക്. പിന്നെ നെക്സ്റ്റ് ഞാൻ പറഞ്ഞുകൊണ്ട് ബെറ്റർ റീഡബിലിറ്റി. ഇങ്ങനെയുള്ള റീഡബിലിറ്റി മെയിൻ ഇഷ്യൂ ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ലൈക്ക് ഒരു കളർ ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രോപ്പർലി ശ്രദ്ധിച്ചില്ലാന്നുണ്ടെങ്കിൽ റീഡബിലിറ്റി ഇഷ്യൂസ് വന്ന് ഒരു കസ്റ്റമർ നമ്മൾ നോക്കുന്ന ടൈമിൽ ആൾക്കാർ ക്രിയേറ്റീവ് പ്രോപ്പർ ആയിട്ട് വായിക്കാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ലൈക്ക് ദർ ഈസ് നോ യൂസ് ഓഫ് ഇറ്റ്. അപ്പോൾ ആ ഒരു കണ്ടീഷൻസ് ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി എപ്പോഴും ശ്രദ്ധിക്കാം. ഇതിപ്പോ കാണിച്ചിരിക്കുന്ന ആക്ച്വലി ഒരു എക്സാമ്പിൾ ആണ്. അതായത് നോർമൽ ലൈഫിൽ നടക്കുന്ന ഒരു സിനാരിയോ ആണ്. ലൈക്ക് ഇതിന്റെ അകത്ത് ആസ് യു ക്യാൻ സീ ലൈക്ക് ഇവിടെ നമ്മൾ ആക്ച്വലി ഒരു റീലിന്റെ അകത്ത് നമ്മൾ സബ് ടൈറ്റിൽസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സബ് ടൈറ്റിൽസ് എല്ലാം തന്നെ നമ്മൾ പറഞ്ഞോട്ട് ഈ CDA ലൈക്ക് ഒരു CTA ആ CTA ഇതുകൊണ്ട് ലൈക്ക് ഒരു ലൈക്ക് ആ ഒരു മോഷൻ കൊണ്ട് കവറപ്പ് ആയിട്ട് പോകും. അതായത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നോർമൽ ഇതിലായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ വൺസ് ആ വീഡിയോ പ്ലേ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ CTA ബട്ടൺ മുകളിലേക്ക് കയറി വരും. അപ്പൊ അത് വരുമ്പോൾ വെച്ചാൽ ഈ സബ് ടൈറ്റിൽസ് എല്ലാം തന്നെ കവറപ്പ് ചെയ്തിട്ട് ലൈക്ക് ഇത് ആക്ച്വലി ഒരു വോയിസ് ഓവർ വീഡിയോ അല്ല, നോർമൽ ഒരു വെറുതെ ഒരു പ്ലെയിൻ മ്യൂസിക് ഇട്ട ഒരു വീഡിയോ ആണ്. സോ ആക്ച്വലി അതിൽ സബ് ടൈറ്റിൽസ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നും വെറുതെ കുറെ വിഷ്വൽസും ഒരു മ്യൂസിക് ഇട്ട് പോകുന്ന ഒരു പ്ലാനിലേക്ക് പോകുന്നുള്ളൂ, ലൈക്ക് ഒരു ലൈനിലേക്ക് പോകുന്നുള്ളൂ. സോ അവിടെ നമ്മൾ വിചാരിച്ച കൂട്ടുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്താ ഏതാ ലൈക്ക് നമ്മൾ റീല് കാണുന്ന പോലത്തെ ഒരു ഫീല് മാത്രമേ നമുക്ക് അവിടെ തോന്നുന്നുള്ളൂ. സോ ആസ് എ ബിസിനസ്സിലേക്ക് വരുമ്പോൾ അത് ഒരിക്കലും ആ ഒരു വീഡിയോ നമുക്കൊരു എന്താ പറയുക ഒരു കൺവേർഷൻസിലേക്ക് അത് എത്തിക്കില്ല. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. സബ് ടൈറ്റിൽസും അതുപോലെ റീൽ കോണ്ടന്റ്സും എപ്പോഴും പ്രോപ്പർ സേഫ് സോണിലേക്ക് മാത്രം പ്ലേസ് ചെയ്യാൻ നോക്കുക. സോ നേരത്തെ പറഞ്ഞുകൊണ്ട് വീണ്ടും ഒറ്റ കാര്യം പറയാനുള്ളത്, അതായത് CTA സേഫ് അല്ല എന്നുണ്ടെങ്കിൽ കൺവേർഷന്റെ കാര്യത്തിലും സേഫ് അല്ല എന്നുള്ളതാണ് ഒറ്റ ഇതും പറയാനുള്ളൂ. ഒറ്റ പെർഫോമൻസ് മാർക്കറ്റ് എന്നുള്ള രീതിക്ക്. സോ ദാറ്റ്സ് ഓൾ.